പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ സാധാരണ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ കൗൺസിലിങ്സ് അതുപോലെ തന്നെ നമ്മൾ വർക്ക്ഷോപ്സ് കൊടുക്കുന്നത് പതിവാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് 9 തൊട്ട് 11 വയസ്സ് വരെയുള്ള അതേപോലെ 13 തൊട്ട് 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ കോൺഫിഡൻസ് ബിൽഡിംഗ് സെഷൻസ് റാൻഡം ആയിട്ടുള്ള ടോപ്പിക്സ് കൊടുക്കുകയും ഡിബേറ്റിൻ്റെ ടോപ്പിക്സ് ഒക്കെ കൊടുത്തിട്ട് ഇവരുടെ കോൺഫിഡൻസ് ഒന്ന് കൂട്ടാനായിട്ടുള്ള സെഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഫോർ എ ചേഞ്ച് സാധാരണ നമ്മളാണ് കുട്ടികളുടെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവരുടെ കോൺഫിഡൻസ് കുറയുന്നതെന്ന് നമ്മളാണ് അനലൈസ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ നമ്മൾ കുട്ടികളോട് തന്നെ ചോദിച്ചു എന്തൊക്കെയാണ് കാരണങ്ങൾ. അവർ പറഞ്ഞ കാരണങ്ങൾ ഇതൊക്കെയാണ് അവരുടെ കോൺഫിഡൻസ് കുറയുന്നതിൻ്റെ. വൺ മേജർ തിങ് ഇസ് ദി ചേഞ്ച് ഓഫ് എൻവയൺമെൻറ്റ്. കുറച്ച് കുട്ടികൾ പറഞ്ഞു അച്ഛനമ്മമാരെ ഇപ്പം ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ വീടുകളിലെ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ഥലം മാറുന്നതിൻ്റെ ആ ഒരു റീസൺ കൊണ്ട് പെട്ടെന്ന് ഇവരുടെ ഒരു എൻവയൺമെൻറ്റ് ചേഞ്ച് ചെയ്യുമ്പം പുതിയ ഒരു സ്കൂളുമായിട്ട് പുതിയൊരു ക്ലാസ് റൂമിലേക്കൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കാനും പുതിയ ഫ്രണ്ട്സിനെ ആക്കാനും അതേപോലെ ആ ഒരു ക്ലാസ് റൂം കൾച്ചറുമായിട്ട് ഇവിടെ ഒന്ന് ചേരാനായിട്ടുള്ളൊരു പാടാണ് ഇവർക്ക് ഫസ്റ്റ് നമ്പർ 1 ആയിട്ട് ഇവർ പറഞ്ഞ ഒരു റീസൺ. നമ്പർ 2 ഇസ് ദി ഓവർ എക്സ്പെക്ടേഷൻ ഓഫ് പാരൻസ് ആൻഡ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരിക്കലും ഒരു മാതാപിതാക്കളും കുട്ടികൾക്ക് ദോഷം വരുത്തുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. പക്ഷേ അറിഞ്ഞോ അറിയാണ്ടോ നമ്മൾ കുട്ടികളുടെ ഒരു സ്ട്രെങ്സ് അറിയാണ്ട് സ്കിൽസ് അറിയാണ്ട് സിബ്ലിങ്സുമായിട്ടുള്ളൊരു കമ്പാരിസൺ അല്ലെങ്കിൽ വീട്ടിലെ ബാക്കിയുള്ള കസിൻസിൻ്റെ മക്കളുമായിട്ട് അതല്ലെങ്കിൽ ക്ലാസ്സിലുള്ള കുട്ടികളുമായിട്ടൊക്കെ ഉള്ളൊരു കമ്പാരിസൺ ഇവർക്ക് വല്ലാണ്ട് ഇവരെ വിഷമിപ്പിക്കുന്നുണ്ട്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ്, അതായത് ഇവരുടെ ഒരു സ്കിൽ ഒന്നിലാണ് പക്ഷേ എന്നാൽ നമ്മളെ നിർബന്ധിച്ചിട്ട് വേറൊരു തരത്തിലേക്ക് വിടുന്നു. ഇതും നമ്മൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്പർ 3 ഇസ് ദി ഓവർ പ്രൊട്ടക്ഷൻ. പല പാരൻസും എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾ ഉണ്ടല്ലോ. അതായത് ഒരു പക്ഷേ പലരും സിംഗിൾ പാരൻസ് ആണ്, പലർക്കും ഒറ്റ കുഞ്ഞുങ്ങളാണ്, പലർക്കും എന്താണെന്ന് വെച്ചാൽ അവർ അത്ര കാര്യമായിട്ടാണ് നോക്കുന്നത്. പക്ഷേ ഈ ഒരു ഓവർ പ്രൊട്ടക്ഷൻ കുട്ടികളിൽ ഒരു ഇൻസെക്യൂരിറ്റി വരുത്താനുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഇവരുടെ ഇൻഡിപെൻഡൻസിനെ അത് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറ്റുന്നുണ്ട്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ പലപ്പോഴും ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നും ഇവർ സൂചിപ്പിച്ചു. അതായത് പല കുട്ടികൾക്കും ഏറ്റെടുത്ത് പോയാൽ എന്തെങ്കിലും ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്തു പോയാൽ ഇവർ തോറ്റു പോകുമോ, അത് ഇടയ്ക്കൊരു ബ്രേക്ക് ആവുമോ. നമ്മളിപ്പോൾ ടോപ്പിക്സ് ഇങ്ങനെ കൊടുത്തിട്ട് ഇവരുടെ പോസ്റ്റർ കറക്റ്റാക്കി ഇവർ നേരെ നിന്ന് മൈക്കിൽ അതിങ്ങനെയൊക്കെ കുറച്ച് സെഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം വന്നപ്പോഴാണ് പലപ്പോഴും ഈ ഒരു തുടങ്ങും പക്ഷെ അതിൻ്റെ പെട്ടെന്ന് അങ്ങ് നിൽക്കും, പറയാൻ വരുന്ന സെൻറ്റൻസസ് മറന്നു പോകും ഇവർക്ക്. അപ്പം ഇവർ പറയുന്നത് വെച്ചാൽ അയ്യോ തെറ്റിപ്പോവോ എന്നുള്ളൊരു പേടി ഇതും ഒരു വലിയൊരു ഘടകമാണ്. നെക്സ്റ്റ് ഇസ് ദ ഫ്രീക്വൻറ്റ് ക്രിറ്റിസിസം ഓഫ് പാരൻസ്. അതായത് എന്തൊരു കാര്യം ചെയ്താലും അതിൽ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നത്. അവരൊരിക്കലും ഈ കുറ്റപ്പെടുത്തുന്നത് കുഞ്ഞിനെ ഒരു ദോഷത്തിലോട്ട് പോകാനല്ല കേട്ടോ, ഞാൻ ഒരിക്കലും അവിടെ നല്ല പറയുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്തൊരു കാര്യത്തിനെയും ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടി അല്ലെങ്കിൽ അതിനെ ഒരു ക്രിട്ടിസൈസിങ് ഫാക്ടറോട് കൂടിയാണ് എൻ്റെ പാരൻസ്, എസ്പെഷ്യലി ടീനേജേഴ്സ്. ഇത് ഇവരൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇവർ പറഞ്ഞ ഒരു കാര്യം ബോഡി ഷേമിങ്. പല കുഞ്ഞുങ്ങൾക്കും നല്ല വണ്ണമുള്ള കുഞ്ഞുങ്ങളുണ്ട്, പ്രായത്തിനെക്കാട്ടി കൂടുതൽ വളർച്ചയുള്ള കുട്ടികളുണ്ട്, വളരെ തിന്നായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുമ്പം ഈ ഒരു മുമ്പിൽ പോയി നിൽക്കുമ്പം അവിടെ ഈ ഫ്രണ്ട്സ് ഗ്യാങ് ഒരു വലിയ ഘടകമാണല്ലോ. ഒരേ ഗ്രൂപ്പിലുള്ള കുട്ടികൾ വരുമ്പോൾ ഇവർ പലപ്പോഴും അറിഞ്ഞോ അറിയാണ്ടോ ഈ കുഞ്ഞുങ്ങളെ കളിയാക്കാനുള്ള ടെൻഡൻസീസും ഉണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരു രീതിയിൽ എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, എന്നെ അംഗീകരിക്കുന്നില്ല, ഇതെൻ്റെ കോൺഫിഡൻസ് കുറയുന്നു എന്ന് കുഞ്ഞുങ്ങൾ പറയാറുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? പെട്ടെന്ന് നമുക്ക് ഇന്ന് വരെ ആ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ഒക്കെ ഉള്ളൊരു കുട്ടിയെ പെട്ടെന്ന് നാളെ ഒരു കോൺഫിഡൻസ് ചൈൽഡ് ആക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻഹിബിഷൻ എന്താണ്, കുഞ്ഞിനെ അലട്ടുന്ന കാര്യം എന്താണ് എന്ന് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി അതിനുള്ളൊരു സ്റ്റെപ്സ് എടുത്ത് പതുക്കെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി റെക്ടിഫൈ ചെയ്യിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സെഷനിൽ കയറണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. യു ഫ്രീ ടു കം ഓവർ ആൻഡ് ജോയിൻ ദി സെഷൻ.